ബൈക്കിന്റെ CC അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. അച്ഛനെ തലക്കടിച്ചു കൊന്ന മകൻ. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി റിമാൻഡിൽ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ രണ്ടാമത്തെ കുറ്റപത്രവും സമർപ്പിച്ചു. വർക്കലയിൽ ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കിയ നിലയിൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ ലക്ഷദ്വീപ് സ്വദേശിയായ യുവതിയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. തയ്യിൽ വെറ്റിലപ്പള്ളി വയൽ സ്വദേശി TK ഫവാസിനെയാണ് സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ മേൽനോട്ടത്തിൽ കടലായിയിൽ ഒരു വീടിന്റെ നിർമ്മാണം നടന്നു വരികയായിരുന്നു. ഇവിടെ ഇന്റീരിയർ വർക്ക് ചെയ്യാനെത്തിയതായിരുന്നു അറസ്റ്റിലായ ഫവാസ്. ജോലി നടക്കുന്നതിനിടെ ആരുമില്ലാത്ത സമയത്ത് ഫവാസ് യുവതിയെ കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട യുവതി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തി. തുടർന്നാണ് പോലീസ് ഫവാസിനെ പിടികൂടിയത്. ഇയാൾ സലഫി മസ്ജിദ് ഭാരവാഹി കൂടിയാണ്. കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ജനം, കണ്ണൂർ. ഇടുക്കി വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ മകൻ അച്ഛനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അഞ്ചുമുറി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിന്റെ CC അടയ്ക്കുന്നതിനുമായി അച്ഛനുമായി വഴക്കിട്ട മകൻ വിഷ്ണു മോഹന്റെ തല കോൺക്രീറ്റ് സ്ലാബിൽ ഇടിപ്പിക്കുകയായിരുന്നു. തലക്കേറ്റ ക്ഷതം മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെ വിഷ്ണുവിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. മദ്യപിച്ച് വീട്ടിലെത്തിയ വിഷ്ണു ബൈക്കിന്റെ CC അടയ്ക്കുന്നതിനായി 1500 രൂപ മോഹനനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ തുക നൽകാനാകില്ലെന്ന് മോഹനൻ പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഇതിനിടെ അമ്മ കുമാരി എത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. ശേഷം പുറത്തുപോയി തിരികെ എത്തിയ കുമാരി വീടിനുള്ളിൽ അനക്കമില്ലാതെ കിടക്കുന്ന മോഹനനെയാണ് കണ്ടത്. വഴക്കിനിടെ അച്ഛൻ വീണതാണെന്നും അനക്കമില്ലെന്നുമാണ് വിഷ്ണു കുമാരിയോട് പറഞ്ഞിരുന്നത്. കുമാരി പറഞ്ഞത് പ്രകാരം നാട്ടുകാരും മകൾ ധന്യയും സ്ഥലത്തെത്തി. മോഹനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് നാട്ടുകാർ പറഞ്ഞതോടെ വിഷ്ണു ഇതിനെ എതിർക്കുകയായിരുന്നു. തുടർന്നാണ് വീടിനുള്ളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നതും തുണി ഉപയോഗിച്ചത് മൂടിയിരിക്കുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഇവർ വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ശേഷം മോഹനന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ക്ഷതമാണ് മരണത്തിനിടയാക്കിയതെന്ന് കണ്ടെത്തിയത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ വിഷ്ണു കുറ്റം സമ്മതിക്കുകയായിരുന്നു. വഴക്കുണ്ടായതിനിടെ വീട്ടിലെ കോൺക്രീറ്റ് സ്ലാബിൽ മോഹനന്റെ തല 4 പ്രാവശ്യം ശക്തിയായി ഇടിപ്പിച്ചുവെന്നാണ് വിഷ്ണു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. വിഷ്ണുവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനെതിരെയുള്ള 2ാം കുറ്റപത്രം സമർപ്പിച്ചു. അച്ഛൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പണം നൽകാത്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ 2ാമത്തെ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. അഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് അന്വേഷിച്ച കിളിമാനൂർ CI B ജയനാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 543 പേജുകളിലായാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. 110 സാക്ഷികളും 116 തൊണ്ടിമുതലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള 70 ഡിജിറ്റൽ തെളിവുകളുമാണ് കുറ്റപത്രത്തിലുള്ളത്.
അഫാന് കൊല്ലപ്പെട്ട ലത്തീഫിനോടും ഷാഹിദയോടും വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. അഫാന്റെ മാതാവിൽ നിന്നും ചിട്ടിത്തുകയായി ലഭിക്കാനുള്ള പണം തിരികെ ചോദിച്ചതാണ് പ്രധാന കാരണം. വീട് വിറ്റ് സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് വിദേശത്തുള്ള പിതാവിനെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും മൊഴിയുണ്ട്. അഫാനും കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ സഹായിക്കാതെ കുറ്റപ്പെടുത്തിയതും വൈരാഗ്യത്തിന് കാരണമായി. പെൺസുഹൃത്ത് ഫർസാനയുമായുള്ള ബന്ധം അബ്ദുൾ ലത്തീഫ് എതിർത്തതും കൊലയ്ക്ക് കാരണമായെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നേരത്തെ മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം പാങ്ങോട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയതും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസ് ഉടൻ സമർപ്പിക്കും. ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച അഫാന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. പേര് വിളിച്ചപ്പോൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. തലച്ചോറിലേറ്റ ക്ഷതങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കാൻ ഇടവിട്ടുള്ള MRI സ്കാനിംഗ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറായി വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് അഫാൻ. അപകടനില തരണം ചെയ്തെന്ന് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല എന്നും ഡോക്ടർമാർ അറിയിച്ചു. തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിനിടെ തലക്കേറ്റ ക്ഷതം ഗുരുതരമാണ്. ദീർഘനാളത്തെ ചികിത്സ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. ജനം, തിരുവനന്തപുരം. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്തിനെ റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 10 വരെയാണ് റിമാൻഡ് ചെയ്തത്. വിശദമായി ചോദ്യം ചെയ്യാൻ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ടിൻഡുദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതിയായിട്ടുള്ള സുഗാന്തിനെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4-ാം നമ്പർ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 10-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. റിമാൻഡ് കാലാവധിക്കുള്ളിൽ സുഗാന്തിനെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനും വേണ്ടിയിട്ട് പേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാരണം സുഗാന്ത് നിരന്തരം ഈ പെൺകുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നു. നീ പോയി ചാവടി, നീ മരിക്കുന്നില്ലേ, നീ മരിച്ചാൽ മാത്രമേ എനിക്ക് അവളുമായി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത്. സുഗാന്തിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ടെലിഗ്രാമിൽ നിന്നുമാണ് ഈ ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. ഈ മാർച്ച് 29-ാം തീയതി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായി ജോലിയായിരുന്ന പത്തനംതിട്ട സ്വദേശി വൈകുന്നേരത്തോടുകൂടി ജോലി കഴിഞ്ഞ ശേഷം പേട്ട റെയിൽവേ സ്റ്റേഷൻ വഴി റെയിൽവേ പാതയിലേക്ക് നടന്നു പോകുന്നു. തുടർന്ന് വരുന്ന ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണ് റിക്കവർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തകർന്നിരുന്നു. പക്ഷേ സുഗാന്തിന്റെ മൊബൈൽ ഫോൺ അന്വേഷിച്ച് നടത്തിയ അല്ലെങ്കിൽ സുഗാന്തിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സുഗാന്തിനെ സംശയിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് സുഗാന്തിന്റെ കുടുംബവും ഒളിവിൽ പോയിരുന്നു. പോലീസ് ഈ ഘട്ടത്തിലൊക്കെ നിസ്സംഗത പാലിച്ചിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പല ഘട്ടത്തിലും പരാതിയായി നൽകിയിരുന്നു. തുടർന്ന് സുഗാന്ത് ജാമ്യാപേക്ഷയ്ക്കായി ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഹൈക്കോടതിയിലാണ് സുഗാന്തിനെതിരായിട്ടുള്ള നിർണായക തെളിവുകൾ അന്വേഷണ സംഘം എത്തിക്കുന്നത് എന്ന് പറയാം. സുഗാന്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഐഫോണിലാണ് സുഗാന്ത് പെൺകുട്ടിയുമായിട്ട് നിരന്തരം ടെലഗ്രാമിൽ ചാറ്റ് ചെയ്തിരുന്നത്. ടെലഗ്രാമിൽ നിരന്തരം പെൺകുട്ടി ആത്മഹത്യാ പ്രേരണ നൽകുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുകയും പെൺകുട്ടിയോട് നിരന്തരം പോയി ആത്മഹത്യ ചെയ്യാൻ പറയുകയും ചെയ്യുന്നതെന്ന്. തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് സുഗാന്ത് ടെലഗ്രാം ഡിലീറ്റ് ചെയ്യാതെ ടെലഗ്രാമിലെ മെസ്സേജുകൾ മാത്രം ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഫോണ് ഒരു ബന്ധുവിനെ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുവിൽ നിന്നും ആ ഫോണ് പിടിച്ചെടുക്കുന്നു. ആ ഫോണ് പിന്നീട് ടെലിഗ്രാമിന് നൽകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഫോണിലെ ടെലിഗ്രാം പരിശോധിക്കുന്ന സമയത്ത് അതിലെ വിവരങ്ങൾ ടെലിഗ്രാമിൽ നൽകിക്കൊണ്ടാണ് ഈ ചാറ്റുകൾ റിക്കവർ ചെയ്തെടുത്തത്. ഈ ചാറ്റാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള തെളിവായിട്ട് പോലീസിന് മുന്നാകെ അല്ലെങ്കിൽ കോടതിക്ക് മുന്നാകെ സമർപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായിട്ട് പ്രതി ഒരുപാട് തവണ സാമ്പത്തികമായിട്ട് സഹായങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് സാലറി ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത തുക ഏതാണ്ട് 80,000-ഓളം രൂപ പെൺകുട്ടിക്ക് ശമ്പളമായി തന്നെ ലഭിക്കുമായിരുന്നു. ഈ ശമ്പള തുക മുഴുവൻ കൈക്കലാക്കിയിരുന്നത് സുഗാന്താണ്. സുഗാന്തിന് ഇത്തരത്തിൽ ഈ ശമ്പള തുക അയച്ചു കൊടുക്കുന്ന ഡിജിറ്റൽ ബാങ്ക് ഡീറ്റെയിൽസും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്ന സമയത്ത് മറ്റു പല പെൺകുട്ടികളുമായിട്ട് സുഗാന്ത്
പ്രണയത്തിലായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയെ കൊല്ലണമെന്ന് അല്ലെങ്കിൽ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു പെൺകുട്ടിയോട് നിരന്തരം സുഗാന്ത് സംസാരിച്ചത്. പെൺകുട്ടിയെ നിരന്തരം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നെന്ന് നൽകുന്ന വ്യക്തമായ ഡിജിറ്റൽ രേഖകളാണ് ഈ കേസിൽ നൽകിയിട്ടുള്ളത്. ഈ കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ക്യാമറമാൻ വിവേക് നേമത്തോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ KSRTC ഉന്നത ഉദ്യോഗസ്ഥർ. രാഷ്ട്രീയ ഇടപെടലാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന് പിന്നിലെന്നാണ് ആരോപണം. ഇടതുപക്ഷ പ്രവർത്തകനായ വെള്ളറട ഡിപ്പോയിലെ ഡ്രൈവർ പ്രദീപ് കുമാറിനാണ് CPM സംരക്ഷണം. പ്രദീപ് ഫോൺ ഉപയോഗിച്ച് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നു. ഇതാണ് തിരുവനന്തപുരം കാട്ടാക്കട റൂട്ടിൽ KSRTC ഡ്രൈവർ വാഹനം ഓടിക്കുന്ന ദൃശ്യം. കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് അപകടകരമാകും വിധം വാഹനം ഓടിച്ചത്. നിരവധി യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കുകയായിരുന്നു. വെള്ളറട ഡിപ്പോയിലെ KSRTC ഡ്രൈവർ പ്രദീപ് കുമാറാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇയാൾക്കെതിരെ KSRTC നടപടി സ്വീകരിച്ചില്ല. KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ ശ്രദ്ധയിലടക്കം ഈ വിഷയം എത്തിയിട്ടും കൃത്യമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ പ്രവർത്തകനായ വെള്ളറട ഡിപ്പോയിലെ ഡ്രൈവറായതിനാലാണ് CPM സംരക്ഷണമൊരുക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് പോലും KSRTC ഡ്രൈവർ പ്രദീപ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടും CPM സംരക്ഷണമൊരുക്കുകയാണ്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കല വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ ജീവൻ ഒടുക്കിയ നിലയിൽ. വെള്ളിവിളാകം സ്വദേശി അനിൽകുമാർ, ഭാര്യ ഷീജ, ഇവരുടെ 2 ആൺമക്കൾ എന്നിവരാണ് മരിച്ചത്. കടബാധ്യതയെ തുടർന്നുള്ള കൂട്ട ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ 9 മണിയോടെയാണ് കൂട്ടാത്മഹത്യയുടെ വിവരം പുറത്തറിയുന്നത്. വർക്കല വക്കം വെള്ളിവിളാകം സ്വദേശി അനിൽകുമാർ, ഭാര്യ ഷീജ, മക്കളും കോളേജ് വിദ്യാർത്ഥികളുമായ ആകാശ്, അശ്വിൻ എന്നിവരുമാണ് ജീവനൊടുക്കിയത്. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടന്റാണ് മരിച്ച അനിൽകുമാർ. കടബാധ്യതയാണ് കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അയൽവാസികളാണ് കുടുംബം ആത്മഹത്യ ചെയ്തതായി ആദ്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ വീട്ടിലെ ഹാളിൽ 4 പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. വർക്കല DYSP അടക്കമുള്ള സ്ഥലത്തെത്തി നടപടികൾക്ക് നേതൃത്വം നൽകി. കൂട്ടാത്മഹത്യ എന്ന നിലയിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വ്യക്തത വരുത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കല്ലമ്പലം പോലീസ് അറിയിച്ചു. ജനം, തിരുവനന്തപുരം. കൊല്ലം ആര്യങ്കാവിൽ വൻ കഞ്ചാവ് വേട്ട. തമിഴ്നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 13.5 കിലോ കഞ്ചാവ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് പിടികൂടി. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിശോധന നടത്തിയത്. വിവരം ലഭിച്ചതനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നെത്തിയ തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള കാർ തടഞ്ഞു നിർത്തി. യാത്രക്കാരായ 3 യുവാക്കളുടെ പെരുമാറ്റത്തിൽ എക്സൈസ് സംഘത്തിന് സംശയം തോന്നി. വിശദമായ പരിശോധനയിലാണ് കാറിന്റെ പിൻവശത്തെ ബമ്പറിൽ സൂക്ഷിച്ചിരുന്ന 13.5 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ചാക്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആര്യങ്കാവ് ഭാഗങ്ങളിൽ ഇന്ന് പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയിൽ മുൻ NDPS കേസുകളിലെ പ്രതികളായ വെള്ളാരി സുനിയും കൂട്ടരും വാഹനത്തിൽ വരുന്നത് കണ്ട് സംശയം തോന്നി. ഈ വാഹനത്തിൻ്റെ നമ്പറിൽ തോന്നിയ ഒരു സംശയത്തിലാണ് ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ അത് പരിശോധനയ്ക്കായിട്ട് വിധേയമാക്കിയത്. ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ ദിലീപിന്റെ നേതൃത്വത്തിൽ ഈ വാഹനം പരിശോധിച്ചതിൽ 13.5 കിലോയോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി. പ്രതികൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടു വന്നതായിരുന്നു.
പിന്നെ ഇവർക്ക് 3 പേർക്കും മുൻ NDPS കേസുകളിലെ പ്രതികളാണ്. പിന്നെ 26 കിലോ കഞ്ചാവ് കേസിൽ ബെല്ലാരി സുനി ഇപ്പോൾ ജാമ്യത്തിൽ നേടി പുറത്തിറങ്ങിയതേ ഉള്ളൂ. മറ്റേ കൂട്ടുപ്രതികളായ പ്രശാന്തിനും രാജേഷിനും പിന്നെ NDPS കേസുകളിൽ പ്രതിയായി ജാമ്യം നേടി നിൽക്കുന്നവരാണ്. കൊല്ലം സ്വദേശികളായ ബെല്ലാരി സുനി എന്ന സുനിൽ, പട്ടർ പ്രശാന്ത് എന്ന പ്രശാന്ത്, രാജേഷ് എന്നിവരാണ് പിടിയിലായത്. മൂവരും നേരത്തെ കഞ്ചാവ് കടത്തിയതിന് പിടിയിലായിട്ടുണ്ട്. അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. കൊല്ലം പരവൂരിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവ് പിടിയിൽ. അഞ്ചാലുമുടി സ്വദേശി ഗിരീഷാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്നും 33 ഗ്രാം MDMA പോലീസ് കണ്ടെത്തി. MDMA വാങ്ങാൻ കാത്തിരുന്നയാളും ഇയാൾക്കൊപ്പം പിടിയിലായി. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് ടീമാണ് പ്രതിയെ പിടികൂടിയത്. ഗിരീഷ് രാസലഹരി കടത്തുന്നുവെന്ന് നേരത്തെ ഡാൻസ് ഓഫ് ടീമിന് വിവരം ലഭിച്ചിരുന്നു. ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പരവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതിയെ പോലീസ് പിന്തുടർന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കയറിയപ്പോഴാണ് പരവൂർ പോലീസിന്റെ സഹായത്തോടെ ഡാൻസ് ഓഫ് ടീം ഇയാളെ പിടികൂടിയത്. പ്രതിയിൽ നിന്ന് 33 ഗ്രാം MDMA കണ്ടെത്തി. പരവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാഹുലിന് നൽകാനായാണ് ഗിരീഷ് MDMA കൊണ്ടുവന്നത്. ചോദ്യം ചെയ്യലിൽ ഇത് സമ്മതിച്ചതോടെ പോലീസ് രാഹുലിനെയും കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. ഗിരീഷിന് MDMA എവിടെ നിന്ന് ലഭിച്ചുവെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ പേരുണ്ടോയെന്ന് പോലീസിന് സംശയമുണ്ട്. അതിനായുള്ള അന്വേഷണവും നടക്കുന്നു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയയെ കണ്ടെത്താൻ വ്യാപക പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. പെരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM നേതാക്കൾക്ക് കൂടുതൽ കുരുക്ക്. അനധികൃത വായ്പകൾ അനുവദിക്കാൻ മുൻ മന്ത്രി AC മൊയ്തീൻ നേരിട്ടിടപെട്ടു. വായ്പകൾക്കായി ഭരണസമിതിയെ മറികടന്ന് രൂപീകരിച്ച സബ് കമ്മിറ്റി, പാർലമെന്ററി കമ്മിറ്റികൾ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരുടെ അറിവോടെയെന്നും EDയുടെ കുറ്റപത്രം. നേതാക്കളെ കുരുക്കി CPM ജില്ലാ സെക്രട്ടറി രംഗം CK ചന്ദ്രന്റെ നിർണായക മൊഴികളും കുറ്റപത്രത്തിൽ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന അനധികൃത ഇടപാടുകളിൽ പലതിലും പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള CPM നേതാക്കളുടെ ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് കുറ്റപത്രം വ്യക്തമാക്കുന്നത്. ചില നേതാക്കൾ നേരിട്ട് ഇടപെടൽ നടത്തിയപ്പോൾ മറ്റു ചില നേതാക്കൾ ഇടനിലക്കാർ വഴി കാര്യങ്ങൾ നിയന്ത്രിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറിമാരുടെ ചുമതലയുണ്ടായിരുന്നവരും എല്ലാം അറിഞ്ഞിട്ടും ഇടപാടുകൾക്ക് കൂട്ടുനിന്നു. AC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ MP എന്നിവർക്ക് കേസിലുള്ള പങ്കാളിത്തം വിശദമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി കൈപ്പറ്റുകയും ഇതുപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങുകയുമാണ് CPMനെതിരായ കുറ്റങ്ങളെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾക്ക് കൂട്ടുനിന്നുള്ള ഗുരുതര കണ്ടെത്തലാണ് നേതാക്കൾക്കെതിരെയുള്ളത്. അനധികൃത വായ്പകൾ പാർട്ടി നേതാക്കൾക്ക് താല്പര്യമുള്ളവർക്ക് നൽകാനായി മാത്രമായിരുന്നു സബ് കമ്മിറ്റികളും പാർലമെന്ററി കമ്മിറ്റികളും. പാർലമെന്ററി കമ്മിറ്റികളിൽ ചില ഘടകകക്ഷി നേതാക്കളും ഉൾപ്പെട്ടിരുന്നു. AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് എന്നിവർക്കെതിരായ റിപ്പോർട്ടിൽ ഈ കമ്മിറ്റികളുടെ വിവരങ്ങളും ഉണ്ട്. ജനം, കൊച്ചി. കരുവന്നൂരിനൊപ്പം മറ്റ് സഹകരണ ബാങ്ക് ക്രമക്കേട് പരാതികളിലും അന്വേഷണം ഊർജിതമാക്കി ED. അയ്യന്തോൾ, തൃശൂർ സഹകരണ ബാങ്കുകളിൽ നേരത്തെ ED റെയ്ഡ് നടന്നിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ തുടങ്ങിയ അന്വേഷണം മറ്റു ബാങ്കുകളിലേക്കും നീളുകയായിരുന്നു.
തൃശൂരിലും കൊച്ചിയിലും വ്യാപക റെയ്ഡുകൾ നടന്നിരുന്നു. സഹകരണ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറിന് ഇടപാടുകൾ ഉണ്ടെന്ന് വ്യക്തമായതോടെ അയ്യന്തോൾ, തൃശൂർ സഹകരണ ബാങ്കുകളിൽ റെയ്ഡ് നടന്നത്. ബാങ്കുകൾ തമ്മിലും അനധികൃതമായ പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ഹോട്ടൽ വ്യവസായി ദീപക് സത്യപാലിന്റെ കൊച്ചിയിലെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു. സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ED അന്വേഷണം സർക്കാരിലേക്കും നീണ്ടിരുന്നു. സഹകരണ സംഘങ്ങളിൽ നിന്നും സർക്കാർ സ്വീകരിച്ച നിക്ഷേപങ്ങളിലും ED അന്വേഷണമുണ്ട്. ക്ഷേമ പെൻഷനുകൾക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും കടമെടുത്ത പണത്തിൽ കള്ളപ്പണമുണ്ടെന്ന സംശയത്തിലാണ് അന്വേഷണം. 2018 മുതൽ സഹകരണ സംഘങ്ങൾ സർക്കാരിന് കടമായി നൽകിയത് 15,000 കോടി രൂപയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക്, അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക്, തൃശൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നിവിടങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളിലാണ് നിലവിൽ അന്വേഷണം തുടരുന്നത്. ക്രമക്കേടുകൾ നടന്ന ബാങ്കുകളെല്ലാം CPM നിയന്ത്രണത്തിലുള്ളതാണെന്ന് നേരത്തെ കേസിലെ പ്രതികളുടെ റിമാൻഡ് നീട്ടുന്നതിനുള്ള റിപ്പോർട്ടിൽ ED വ്യക്തമാക്കിയിരുന്നു. ജനം, കൊച്ചി. മലപ്പുറം ജില്ലയിൽ വ്യാജ കുടിവെള്ള നിർമ്മാണം വ്യാപകം. സോഡാ നിർമ്മാണ യൂണിറ്റുകളുടെയും ഐസ് ക്യൂബ് നിർമ്മാണ ലൈസൻസുകളുടെയും മറവിലാണ് നിർമ്മാണം. പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കാര്യമായ പരിശോധനയില്ലാത്തതും വ്യാജന്മാർക്ക് തുണയാകുന്നു. മഞ്ഞപ്പിത്തമടക്കം സംസ്ഥാനത്താകെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് അതീവ സുരക്ഷയോടെ ഉൽപ്പാദിപ്പിക്കേണ്ട കുടിവെള്ളം വ്യാജമായി നിർമ്മിക്കുന്നത്. കാര്യമായ പരിശോധന ഇല്ലാത്തതാണ് ഇവർക്ക് തുണയാകുന്നത്. സോഡ നിർമ്മാണ യൂണിറ്റുകളുടെയും ഐസ് ക്യൂബ് നിർമ്മാണ ലൈസൻസുകളുടെയും മറവിലാണ് വ്യാജ കുടിവെള്ള നിർമ്മാണവും വിതരണവും. നിരവധി നിബന്ധനകൾ പാലിച്ച സർക്കാർ ലൈസൻസുകളോടെയാണ് കുടിവെള്ളം നിർമ്മിക്കേണ്ടത്. എന്നാൽ ഇതൊന്നുമില്ലാതെ നിരവധി വ്യാജ കേന്ദ്രങ്ങൾ മലപ്പുറം ജില്ലയിലെ പലയിടത്തും പ്രവർത്തിക്കുന്നു. ഉൽപാദനം നടത്തുന്നതിനും വിപണനം ചെയ്യുന്നതിനും സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയ 300 ml കുപ്പിവെള്ളം വരെ ഇത്തരം കേന്ദ്രങ്ങളിൽ യഥേഷ്ടം ലഭ്യമാണ്. വ്യാജ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന ഇത്തരം സംഘങ്ങൾക്ക് പിന്നിൽ വൻ മാഫിയകൾ കണ്ണികളായി പ്രവർത്തിക്കുന്നു. മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്നതിനെക്കുറിച്ച് ജനം TV നടത്തിയ അന്വേഷണമാണ് ഇത്തരം വ്യാജ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് എത്തിയത്. തിരൂർ, താനൂർ മേഖലകളിലാണ് ഇത്തരം വ്യാജന്മാർ കൂടുതലായി വിലസുന്നത്. മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ ജില്ലയിൽ വ്യാപിക്കുന്നു. അശുദ്ധമായ കുടിവെള്ളവും ഇതിന് പ്രധാന കാരണമാകുന്നു. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ വ്യാജ കുടിവെള്ള നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തിയത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.